നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമുക്ക് എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മധുരമുള്ള ഒരു നാടൻ പലഹാരമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നേന്ത്രപ്പഴമാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ പാളയംകോടൻ പഴം ഉപയോഗിക്കാം, അതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. ഇപ്പോൾ 2 നേന്ത്രപ്പഴമാണ്. ഇത് നമുക്കൊന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം പഴം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിപ്പം നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് കൈ കൊണ്ട് ഉടച്ചാലും മതി. പക്ഷെ കൈ കൊണ്ട് അടയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി സമയം നിന്ന് ഉടക്കണം. ഇതാകുമ്പോൾ മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് അടിഞ്ഞു കിട്ടും. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇടുവാണ്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. 250 ml കപ്പാണ്. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇത് അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയില്ലേ, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്തിരിപ്പൊടി ഇടുന്നത്. ഇതിലേക്കൊരു 2 നുള്ള് സോഡാപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, ബേക്കിംഗ് സോഡ. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. വെള്ളം അധികമായി പോയത് കാരണം പഞ്ചസാര അലിയുമ്പോഴത്തേക്കും നന്നായിട്ട് ലൂസായി പോകും. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരുപാട് ലൂസായാൽ നമ്മുടെ അപ്പത്തിന് വല്ലാതെ എണ്ണ അങ്ങ് കുടിക്കും. പിന്നെ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും മാത്രം എടുത്താൽ മതി. പക്ഷേ ഈ ഗോതമ്പ് പൊടിയും മൈദയും അരിപ്പൊടിയും കൂടെയുള്ള ഈ 3ഉം കൂടെയുള്ള ഈ കോമ്പിനേഷനാണ് നമ്മുടെ ഈ അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് കുഴക്കണം, കാരണം പഞ്ചസാര നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഇട്ടത്. ഇതിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് കുഴച്ച് അങ്ങ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അങ്ങ് ഉരുണ്ട് വന്നോളൂ. എല്ലാം പൊങ്ങി വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിം ഒന്നും കുറയ്ക്കൊന്നും വേണ്ട. ഈ പുകയുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങ് തീ കുറച്ച് കൊടുത്താൽ മതി. നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ആകുമ്പോൾ ഓഫാക്കി എടുത്താൽ മതി. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കൂടെ എടുത്ത് കുഴച്ചിട്ടിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചില സമയത്ത് പാളയംകോടൻ പഴം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഈ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാളയംകോടൻ എന്ന് പറഞ്ഞാൽ മൈസൂർ പഴമാണ്. കോഴിക്കോടൊക്കെ മൈസൂർ പഴമാണ്. ഇപ്പോൾ നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ മാറ്റിയെടുക്കാം. ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതുപോലെ അടുത്ത സെറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അങ്ങ് ഉരുണ്ടങ്ങ് വീണോളും. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഉണ്ണിയപ്പക്കാരൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഉണ്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം അപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. പുറമേ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാക്കും. ഞാനിത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന അപ്പമാണ്, ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. Till then, stay happy, stay positive. Bye.